എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ട്രൂ ഈവനിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇനി നമ്മുടെ വരാൻ പോകുന്ന LDC എക്സാമിനേഷനെ കുറിച്ചാണ് കേട്ടോ. എപ്പോഴായിരിക്കും നമ്മുടെ എക്സാം വരാൻ പോവുക, അതേപോലെ തന്നെ നോട്ടിഫിക്കേഷൻ എപ്പോഴായിരിക്കും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്, പിന്നെ നമ്മുടെ സാലറി സ്കെയിൽ അല്ലെ, സാലറി സ്കെയിലൊക്കെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരാൻ പോകുന്നുണ്ട്. അതേപോലെ തന്നെ ഏജിന്റെ കാര്യത്തിലാണെങ്കിലും നമ്മളിപ്പോൾ ഏജിന്റെ കാര്യത്തിൽ റിലാക്സേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് മുമ്പ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതേപോലെ എത്ര വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും LDC എക്സാമിനേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വൺസ് അഗൈൻ നമ്മുടെ സെഷനിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം മറക്കണ്ട, നോട്ടിഫിക്കേഷൻ ഓളും കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ കഴിഞ്ഞ LDC നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ള ഡേറ്റ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, 30 നവംബർ 2023 കഴിഞ്ഞ LDCയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത്. എക്സാമിനേഷൻ നടന്നിട്ടുണ്ടായിരുന്നത് ജൂലൈ ഒക്ടോബർ മാസങ്ങളിലായിരുന്നു, 2024 നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത് ഓഗസ്റ്റ് 2025 അതായത് ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ ആണ്. ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ 2023 വന്നു. എക്സാമിനേഷൻ നടന്നിട്ടുണ്ടായിരുന്നത് 2024 ജൂലൈ ഒക്ടോബർ മാസങ്ങളിലായിരുന്നു. റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത് ഓഗസ്റ്റ് 2025 ഓക്കെ, ഇനി റാങ്ക് ലിസ്റ്റ് അവസാനിക്കുന്ന വർഷം എന്ന് പറയുന്നത് 1 ഓഗസ്റ്റ് 2028 ഓക്കെ, 2028 നമ്മുടെ റാങ്ക് ലിസ്റ്റ് അവസാനിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി എന്ന് പറയുന്നത് 3 വർഷത്തോളം കാലാവധി ഉണ്ട് അല്ലേ. 2025 റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി അതിന്റെ കാലാവധി വരുന്നത് 1 ഓഗസ്റ്റ് 2028 അപ്പോൾ 3 വർഷത്തോളം ഇതിന്റെ കാലാവധി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അടുത്ത നോട്ടിഫിക്കേഷൻ, അടുത്ത നമ്മുടെ LDCയുടെ നോട്ടിഫിക്കേഷൻ 2026 നവംബർ ഡിസംബർ മാസങ്ങളിലായിരിക്കും വരാനുള്ള സാധ്യത അല്ലേ. 2028 റാങ്ക് ലിസ്റ്റ് അവസാനിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2026 നവംബർ ഡിസംബർ മാസങ്ങളിലായിരിക്കും അടുത്ത നോട്ടിഫിക്കേഷൻ, നമ്മുടെ LDC എക്സാമിനേഷൻ്റെ അടുത്ത നോട്ടിഫിക്കേഷൻ വരാനുള്ള സാധ്യത. എക്സാമിനേഷൻ നടക്കാനുള്ള സാധ്യത 2027 ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിലായിരിക്കും. അതേപോലെ തന്നെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാനുള്ള ഡേറ്റ് 2028 ഓഗസ്റ്റിലായിരിക്കും. ക്ലിയർ അല്ലേ? അപ്പോൾ ഒരു 3 വർഷമാണ് ഇതിൻ്റെ കാലാവധി വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത LDC എക്സാമിനേഷൻ്റെ നോട്ടിഫിക്കേഷൻ ഈ വർഷം അവസാനത്തോടു കൂടി ഉണ്ടാവും. അപ്പോൾ നമ്മൾ നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ. നമ്മൾ ഏത് എക്സാമിനേഷന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ഉടനെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ബേസ് മുതലുള്ള കാര്യങ്ങളെല്ലാം പതുക്കെ സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് റിലാക്സ് ചെയ്ത് പഠിക്കാനുള്ള ടൈം കിട്ടുകയാണ്. അപ്പോൾ നോട്ടിഫിക്കേഷൻ വരേണ്ട വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ ഇനി ഇതിൻ്റെ ഏജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ മുമ്പ് നമ്മുടെ PSC എക്സാമിൻ്റെ ഏജ് എന്ന് പറയുന്നത് ജനറൽ കാറ്റഗറിയിൽ വരുന്നത് 36 വയസ്സായിരുന്നു. ഇപ്പം അതിൽ മാറ്റം വന്നിട്ടുണ്ട്. 40 വയസ്സ് വരെ ജനറൽ കാറ്റഗറിക്കാർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. 40 ഇയേഴ്സ് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. OBCക്ക് ഒരു 3 വർഷത്തോളം റിലാക്സേഷൻ വന്നിട്ടുണ്ട്. 43 ഇയേഴ്സ് വരെ OBCക്ക് അപ്ലൈ ചെയ്യാം. SC/ST ആണെങ്കിൽ 45 ഇയേഴ്സ് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഏജിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ. അപ്പോൾ തീർച്ചയായിട്ടും ഏജിൽ വേരിയേഷൻ വന്നതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാനുള്ള ഒരു ചാൻസ് കിട്ടുകയാണ്, നന്നായിട്ട് പഠിക്കാനുള്ള ഒരു ചാൻസ് കിട്ടുകയാണ് കേട്ടോ. ഓക്കെ, ഇനി അതേപോലെ തന്നെ സാലറിയുടെ കാര്യം പറയുകയാണെങ്കിലോ, സാലറിയിലും ഇനി നമ്മുടെ 12th പേ കമ്മീഷൻ അനുസരിച്ചിട്ട് ഒരു 12,000 റുപ്പീസോളം സാലറി ഇൻക്രീസ് വരാൻ പോവാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മുമ്പത്തെ സാലറി 26,500 to 60,700 ആയിരുന്നു. അപ്പോൾ ഇനി അടുത്ത 12ാമത്തെ പേ കമ്മീഷൻ അനുസരിച്ചിട്ട് നമ്മുടെ കയ്യിൽ അറൗണ്ട് ഒരു 40,000ഓളം നമുക്ക് സാലറി കിട്ടാൻ പോവാണ്. ആ കാര്യം മറക്കണ്ട. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സാലറി തന്നെയാണ് ഈ പറഞ്ഞിട്ടുള്ള 40,000. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും പഠനം സ്റ്റാർട്ട് ചെയ്യുക, നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട. ഓക്കെ, അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ എന്ത് കാര്യം പഠിക്കുമ്പോഴും ടെൻഷൻ അടിച്ച് പഠിക്കാണ്ട് നമ്മൾ ഒന്ന് എന്താ പറയുക ഇഷ്ടപ്പെട്ട് പഠിക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, മാക്സിമം വിശദമായിട്ട് ഓരോ ടോപ്പിക്കുകൾ എടുത്ത് നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുക. അതിനെ ബേസ് ചെയ്തിട്ടുള്ള PYQ വർക്കൗട്ട് ചെയ്യുക അല്ലേ. OMR ഷീറ്റ് ഉണ്ടെങ്കിൽ അതിൽ തന്നെ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ആ ഒരു എക്സാമിൻ്റെ പാറ്റേൺ അനുസരിച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ ട്രൂ ഇവൻ്റിനകത്ത് നമ്മുടെ LDC 2027 വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു നോട്ടിഫിക്കേഷൻ ഈ വർഷം അവസാനത്തോടു കൂടിയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷെ അതിന് മുമ്പ് തന്നെ നമ്മുടെ കോഴ്സ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ LDC 2027 വേണ്ടിയിട്ടുള്ള നമ്മുടെ കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് ട്രൂവൻ്റിനകത്ത്. ഇനി നമ്മുടെ ട്രൂവൻ്റെ ഏറ്റവും മികച്ച ഒരു ഫീച്ചർ എന്ന് പറയുന്നത് നമ്മുടെ മെന്റർഷിപ്പ് സപ്പോർട്ടാണ്. 24/7 മെന്റർഷിപ്പ് സപ്പോർട്ടാണുള്ളത്. അതായത് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മുടെ ടീം നിങ്ങളെ കോൺടാക്ട് ചെയ്യും. ഓക്കെ, ആ ഡൗട്ടിനുള്ള ക്ലാരിഫിക്കേഷനും കാര്യങ്ങളെല്ലാം നമ്മൾ തരുന്നതായിരിക്കും. അതേപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും മികച്ച ടീച്ചേഴ്സ് തന്നെയായിരിക്കും നമ്മുടെ ഈ ഒരു കോഴ്സ് നയിക്കുന്നത്. പിന്നെ AI പവേർഡ് സ്മാർട്ട് ലേണിംഗ് ആപ്ലിക്കേഷൻ ആണ്. ഹൈ ക്വാളിറ്റി സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ട്.
ഓക്കെ, പിന്നെ ഞാൻ ഇപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ PYQ ചെയ്യുമ്പോഴാണ് നമുക്ക് എങ്ങനെയാണ് എക്സാം നമ്മൾ ക്രാക്ക് ചെയ്യുക, നമുക്ക് നെഗറ്റീവ് ഒഴിവാക്കാൻ പറ്റുക, അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് PYQ സെഷൻസ് വേണം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ട്രൂവനകത്ത് ഈ പറഞ്ഞിട്ടുള്ള PYQ പ്രാക്ടീസ് സെഷൻസ് ഉണ്ട്. പിന്നെ OMR എക്സാം പ്രാക്ടീസ് സെഷൻസ് ആണുള്ളത്. ഞാൻ പറഞ്ഞില്ലേ, അതായത് നമ്മൾ എക്സാമിന് എങ്ങനെയാണോ പ്രാക്ടീസ് ചെയ്യുന്നത് അതനുസരിച്ചിട്ട് തന്നെ നമ്മൾ OMR ഷീറ്റ് വെച്ചിട്ട് ചെയ്യണം അല്ലേ. അപ്പോൾ OMR എക്സാം പ്രാക്ടീസ് സെഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ പെർഫോമൻസ് അനുസരിച്ചിട്ടുള്ള മീറ്റിംഗ്സ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് പുറകിലേക്കാണ് പോകണമെങ്കിൽ നമ്മളെ ടീം വിളിച്ചിട്ട് ഈ പറഞ്ഞ ഓരോ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്യണം, റെഗുലറായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള റെഗുലർ റിവ്യൂ ആൻഡ് പെർഫോമൻസ് ഇംപ്രൂവ്മെൻറ്റ് മീറ്റിംഗ്സ് ഉണ്ട്. വീക്ക്ലി ആൻഡ് മന്ത്ലി ടെസ്റ്റുകളും കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നമ്മുടെ ട്രൂവൻ്റെ ഫീച്ചേഴ്സ് ആണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ജോയിൻ ചെയ്യാനുള്ള നമ്പർ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, LDC എക്സാമിനേഷൻ 2027 വേണ്ടിയിട്ടുള്ള പുതിയ കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആരും ഇനി മടിച്ച് നിൽക്കേണ്ട, എത്രയും പെട്ടെന്ന് തന്നെ കോഴ്സുകളിൽ ജോയിൻ ചെയ്യുക, പഠനം മുന്നോട്ട് പോവുക. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വളരെ ഇഷ്ടപ്പെട്ട് എൻജോയ് ചെയ്ത് പഠിക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, നമുക്ക് പ്രാക്ടീസ് സെഷൻസും പരീക്ഷകളും ഇതെല്ലാം നമ്മൾ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്. എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ. താങ്ക് യു ഓൾ.